ഗുഡ് മോർണിംഗ് ഗായ്സ്. നിങ്ങൾ വിചാരിക്കും രാവിലെ 6 മണിയോ 7 മണിയോ ആണെന്ന്. അല്ല, സമയം രാവിലെ 8 മണിയായി കേട്ടോ. എണീറ്റ് കഴിഞ്ഞാൽ അവൾക്ക് കുറച്ച് നേരം എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണം. അത് രാവിലത്തെ ഒരു പതിവാണ്. കുറച്ച് നേരം കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാലേ ഞങ്ങളൊന്ന് ഉഷാറായി എണീക്കത്തുള്ളൂ. ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഒരു ചായ കുടിയും പാസ്സാക്കി 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുത്തു. ഉറക്കം കഴിഞ്ഞുള്ള റെസ്റ്റ്. അത് കഴിഞ്ഞ് നേരെ ഐസ് ഫേഷ്യൽ ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. ഈ ഐസ് വെക്കുന്ന ട്രേ നല്ല യൂസ്ഫുള്ളാണ്. ഇതേപോലെ എന്തെങ്കിലും മുകളിൽ വെക്കുകയാണെങ്കിൽ പോലും ഈ തട്ടുള്ളതുകൊണ്ട് ആ ഐസിന് മുകളിൽ അഴുക്കൊന്നും ആവത്തില്ല. അങ്ങനെ ഐസ് എടുത്തുകൊണ്ട് ഐസ് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ഐസ് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരുന്നു കേട്ടോ. പക്ഷേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ആണെങ്കിൽ അത് വരത്തില്ല. കുറച്ച് നേരം ഒരു 5 മിനിറ്റെങ്കിലും പുറത്ത് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ബാക്കിൽ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി, അത് വന്നോളും. ഇത് കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ട്രേ. എന്തായാലും നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഐസ് ട്രേ വാങ്ങി ട്രൈ ചെയ്യണം കേട്ടോ. സൈഡിൽ ഒരാൾ ഒളിച്ചിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് പോലെ വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ റീൽസിലിട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് ചെക്ക് ചെയ്യണേ. നല്ല രസമുണ്ടായിരുന്നു പറയുന്നത് കേൾക്കാൻ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെയും കലാപരിപാടിയായ ഐസ് ഫേഷ്യൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പാകുമ്പോൾ തലയൊക്കെ വേദനിക്കാൻ തുടങ്ങും. അപ്പം ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയും ചെയ്യാൻ തുടങ്ങും. എന്തായാലും ഒരു 2 വീക്സായിട്ട് ഞാനിത് സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡെയിലി ഒരു റൊട്ടീനായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഈ കുരുവും പാടും ഒക്കെ ഒന്ന് പോവുക നമുക്ക് നോക്കാം. സെലിബ്രിറ്റീസ് മാത്രം അങ്ങനെ തിളങ്ങിയാൽ പോരല്ലോ, നമുക്കും ഒന്ന് തിളങ്ങാന്നേ. ചേട്ടൻ്റെ കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിന് മുമ്പ് മുഖമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയുള്ള കഷ്ടപ്പാടുകളാണ് നിങ്ങളീ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് വേഗം മാമിക്കുള്ള സ്നാക്സ് സെറ്റാക്കാൻ പോയതാണ് കേട്ടോ. നല്ല പഴുത്ത പപ്പായാണ് ഇന്ന് കൊടുത്തു വിടുന്നത്. പപ്പായും അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ട്രോബെറിയും. ഈയിടെയായിട്ട് റെഡ് ലേഡിയാണ് കൂടുതലായിട്ട് കിട്ടാറ്. പക്ഷേ ഇത് നല്ല നാടൻ സാധനമായിരുന്നു കേട്ടോ. നല്ല കളറും മധുരവും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പീസ് ഞാനും കഴിച്ചു നോക്കി. മുറിച്ചപ്പോൾ മധുരം ഇല്ലെങ്കിൽ അവൾ കഴിക്കത്തില്ല, മധുരം ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും കഴിച്ചോളൂ. അങ്ങനെ അത് കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ആക്കി അത് നമ്മുടെ സ്നാക്ക് ബോക്സിൽ സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ സ്ട്രോബെറി, വലിയ സ്ട്രോബെറി ആയതുകൊണ്ട് അതും കുഞ്ഞു കുഞ്ഞു പീസാക്കി അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ഞു ഫോർക്കുകൾ അതും വെച്ച് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഇത് വെച്ച് കഴിക്കാൻ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. നിങ്ങളുടെ കുട്ടികൾക്കും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണേ. അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതൊക്കെ വെച്ച് കഴിക്കാൻ. അതേപോലെ കയ്യിലും അധികം ആവത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്നാക്ക് ബോക്സ് റെഡി ആയിട്ടുണ്ട്. പപ്പായയും സ്ട്രോബെറിയും കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പം അത്രയേ ഉള്ളൂ സ്നാക്ക് ബോക്സ്. അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ദോശയും ചമ്മന്തിയായിരുന്നു. വലിയ സുഖം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ വെള്ള ചമ്മന്തിയുടെ എന്തോ പണ്ട് മുതലേ ഒരു ശത്രുതയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കഴിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇരുന്ന് പയ്യെ കഴിച്ചിറക്കുന്നുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനും മാമിയൊക്കെ റെഡിയായി. പിന്നെ ആമിനെ സ്കൂളിൽ കൊണ്ടുപോവാണ്. ഇന്ന് വണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നടന്നാണ് പോക്ക്. കുറച്ച് ദൂരം നടന്നു പിന്നെ എൻ്റെ തോളിൽ കയറി.